എതിരുയർന്നാലും കൃപമതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും എന്റെ കാഴ്ചയിലവനെന്നെ ഓർത്തല്ലോ ഉറവയിലെ ബലമവൻ തകർത്തല്ലോ തന്റെ കൈകളിലവനെന്നെ ചേർത്തല്ലോ സ്വപ്നഗീതം പാടിടും കൃപയും വല്ലയുള്ള കൃപയും ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും പ്രതികൂലങ്ങളനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും തിരുജീവനെ തന്നവനിലേ കൃപയാൽ നടത്തുമെന്നേ കൃപയും എന്നാശ്രയം ഹല്ലേലൂയ കൃപയും ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. തലക വണങ്ങാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയതകളുടെയും ഭൗതികതകളുടെയും നന്മകൾ നൽകി ഓരോ നാളും ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും കൃപയും ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയുവാൻ സുവിശേഷ കൺവെൻഷൻ്റെ 3-ാമത്തെ സന്ധ്യ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കർത്താവിൻ്റെ ആലയത്തിൽ ഞങ്ങൾക്കൊന്നിച്ചു വരുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പാപമോചന അനുഭവം വിശുദ്ധ സാക്രമെൻറ്റിൽ കൂടെ സ്വന്തമാക്കുവാൻ കൃപയുണ്ടായതിനായി സ്തുതി. ഞങ്ങൾക്ക് നൽകിയ ജീവൻ്റെ അനുഭവമായി ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇന്നെൻ്റെ സന്തോഷം ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളായിരുന്നിടങ്ങളിലൊക്കെ നേടുവാൻ കൃപയുണ്ടായി. പരിശുദ്ധനായ ദൈവമേ, ശേഷം നന്ദിയോടും പ്രാർത്ഥനയോടും അവിടുത്തെ പാദപീഠങ്ങളിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ യാചന കേൾക്കുന്ന ദൈവമായി, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായി ഞങ്ങളിൽ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവീകമായ മഹത്വത്തിൻ്റെ നിറവേൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഈ 3-ാമത്തെ രാത്രിയിലും വചനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകർന്നു തരികയും വചനത്തിൻ്റെ ചൈതന്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കൃപയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാലയത്തിനകത്തളങ്ങളിലായിരിക്കുന്നവരെയും ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അങ്ങ് ആശീർവദിക്കുമാറാകണമേ. ഇന്നേ ദിവസം വചനവുമായി നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യാത്രയിൽ കൂടെ ഇരുന്ന ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവിധമുള്ള ആത്മീകാലോചനയും ആത്മീക ശക്തിയും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് പാടുവാനും ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് അങ്ങേ അനുഭവിക്കുവാനും വേണ്ടുന്ന കൃപാദാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ രാത്രികാല ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രവേശിക്കട്ടെ. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണം. ക്രൈസ്തവനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്കിരിക്കാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി ഗായക സംഘത്തോടൊപ്പം ചേർന്ന് മറ്റൊരു ഗാനം നമുക്ക് ആലപിക്കാം. അവൻ മാത്രമേ
ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. സംഗീതമായി എന്നെ കൂടെയുണ്ട്, അവൻ മാത്രമേ നല്ലിടയൻ. തിരുകരങ്ങളാൽ അനുദിനം നടത്തുകയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. സംഗീതമായി എന്നെ കൂടെയുണ്ട്, അവൻ മാത്രമേ നല്ലിടയൻ. തിരുകരങ്ങളാൽ അനുദിനം നടത്തുകയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ജീവനെ തന്നതിനാ എന്നെ അകറ്റുകളും മഹാപാപങ്ങളും വിശദാശയും ഓർത്തിടതേ. എന്നെ വീണ്ടെടുപ്പാൻ കൃഷിയാഗമായി സ്വന്തം ജീവനെ തന്നതിനാ സംഗീതമായി എന്നെ കൂടെയുണ്ട്, അവൻ മാത്രമേ നല്ലിടയൻ. തിരുകരങ്ങളാൽ അനുദിനം നടത്തുകയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ ദൈവകൃപയാൽ ഞാൻ
ജീവിക്കുന്നു. ഈ സമയം നമുക്ക് ഇന്നേ ദിവസം വായിച്ചു കേൾക്കുവാനുള്ള വിശുദ്ധ തിരുവചന വേദഭാവം വായിച്ചു കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ കൺവെൻഷൻ്റെ 3-ാമത്തെ രാത്രിയിൽ നാം പ്രവേശിച്ചുവല്ലോ. കഴിഞ്ഞ 2 രാത്രിയിൽ അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ, ജീവനേകിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാൻ നമുക്ക് സാധിച്ചു. 1-ാമത്തെ രാത്രിയിൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കെന്നിൽ പ്രിയമുണ്ടോ? വേദനയോടുകൂടിയാണെങ്കിലും ആകുലതയോടുകൂടിയാണെങ്കിലും പത്രോസ് കർത്താവെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ചിന്ത മനോഭാവങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ രാത്രി നാം കടന്നുപോയത് സങ്കീർത്തനങ്ങൾ പുസ്തകം അതിൻ്റെതായ വേദഭാഗത്തിൽ ദാവീദ് രാജാവിൻ്റെ വേവലാതിയും ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ജീവിത പ്രതിസന്ധികളിൽ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുക എന്നത് ഒരു വിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന നഗ്നമായൊരു സത്യം എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഈ രാത്രിയിലും അത്തരത്തിൽ അനുഗ്രഹീതമായൊരു പ്രഭാഷണത്തിനായിട്ട് നാം ദൈവാലയത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 2 രാത്രിയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ 2 കാര്യങ്ങൾ, 2 ചിന്തകൾ നൽകിയിട്ടുണ്ടായി. ഒന്ന്, നാം സുബോധമുള്ളവരായി പ്രവർത്തിക്കുക, സുബോധമുള്ളവരായി ജീവിക്കുക. 2, ഞാൻ ആരാകുന്നു എന്നും ഞാൻ ആരാകുവാൻ പാടില്ല എന്നുള്ള ക്രിസ്തുവിൻ്റെ വചനത്തിൽ കൂടെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് നാം അധ്യക്ഷ ചിന്തയിൽ ചിന്തിക്കുവാനെടുക്കുന്ന യോഹന്നാൻ 6-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യേശു അവരോട് ഞാൻ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയും. യേശു അവരോട് ഞാൻ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയും. 2025 വർഷത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോഴും നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് നാം പ്രവേശിച്ചത്. ഇന്ന് ജനുവരി 5-ാം തീയതി. ഈ 5 ദിവസം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ 1-ാം തീയതി പ്രഭാതത്തിലെടുത്ത തീരുമാനം നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. ദൈവം 2024 നമുക്ക് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. ദൈവത്തോടുകൂടെ ചേർന്ന് ഇനിയും എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടാകാം. ഈ 2025 അത്തരത്തിൽ ആത്മീക ചിന്തകളോടുകൂടെ പോകുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ആശ്വാസവാക്കം. യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിജനമായൊരിടത്ത് കടന്നുപോയി. ശിഷ്യന്മാർ പടക് കയറി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ മാത്രം, യേശു മാത്രം, രണ്ടും 2 ദിക്കിലാണ്. യേശു ഒരു വിജനമായ ഇടത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ സമുദ്രത്തിൻ്റെ ആഴത്തിൽ കൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി യേശുക്രിസ്തു കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് കണ്ട് ഭയപ്പെട്ടു പോകുന്ന ശിഷ്യ സമൂഹം, അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. യേശു അർദ്ധരാത്രി കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സംഭവമായതുകൊണ്ട്, പ്രതീക്ഷിക്കാത്ത സംഭവമായതുകൊണ്ട് അവർ അത്യന്തം ആശ്ചര്യപ്പെട്ട് ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ കർത്താവ് ഒരു ആശ്വാസ വാക്ക് അവിടെ നൽകിയാണ്.
ഭയപ്പെടേണ്ട, ഇത് ഞാൻ ആകുന്നു. ജീവിതത്തിൽ ഭയമേറുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒത്തിരിയേറെ ഭയമേറുന്ന അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെ കർത്താവ് ഒരു ആശ്വാസമായി കൂടെ ഉണ്ട് എന്നുള്ള ഒരുറപ്പാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. 3 സാഹചര്യങ്ങളിൽ നാം ഭയപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെട്ടു പോകുന്ന 3 സാഹചര്യങ്ങൾ. ഒന്ന്, ആരും കൂടെ ഇല്ലല്ലോ എന്ന ഒരു ചിന്ത. ആരും ഇല്ല എന്ന ചിന്ത നമ്മെ ഭയപ്പെടുത്താറുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, നാം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. സഹായിക്കുവാനായിട്ട് ആരുമില്ല, സഹായിച്ചു കൊണ്ടുവന്നവർ കൈവിട്ടു. ഇയ്യോബിന്റെ ജീവിതം നോക്കുമ്പോഴും ഇയ്യോബ് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. എല്ലാവരും കൈവിട്ട ഒരു സാഹചര്യം. ആരും കൂടെ ഇല്ല, ഭാര്യയില്ല, മക്കളില്ല, സ്നേഹിതരില്ല, ബന്ധുജനങ്ങളില്ല, സഹോദരൻ, ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ. അപ്പൊ മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെയാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നിന്നോടൊപ്പം ഞാൻ ഉണ്ട്. രണ്ടാമത് മനുഷ്യൻ ഭയപ്പെടുന്നത്, രണ്ടാമത് മനുഷ്യ ജീവിത ഭയമുണ്ടാകുന്നത് പലതിനെ കുറിച്ചുള്ള ആകുലത. എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും, എങ്ങനെ ജീവിക്കും, നാളെ എങ്ങനെയാ എന്നൊക്കെ ഉള്ള ആകുലതകൾ പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താറുണ്ട്. അടുത്ത് ഞാൻ എന്ത് ഭക്ഷിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ എന്ത് നേടുവാനായിട്ട് എനിക്ക് എന്നൊക്കെ ഉള്ള ആകുലതയുടെ ചിന്തയാണ് പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘടകം. 3, നമ്മെ ഭയപ്പെടുത്തുന്നത് നാളെക്കുറിച്ചുള്ള വിചാരം, ഭാവിയെക്കുറിച്ചുള്ള ആകുലത. നാളെ എങ്ങനെ എൻ്റെ ജീവിതമായി തീരും. നമ്മുടെ എല്ലാവരുടെയും ആകുലത, നാളെ ഞാൻ എന്ത് ചെയ്യും, നാളെ എനിക്ക് എഴുന്നേൽക്കുവാനായിട്ട് കഴിയുമോ, നാളെ എൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും, നാളെ ഞാൻ ജോലിക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ജോലിക്ക് പോകുവാനുള്ള സാധ്യതകളും സാഹചര്യം, അങ്ങനെയുള്ള ഒത്തിരിയേറെ നാളെകളെക്കുറിച്ചുള്ള ആകുലത നമുക്കുണ്ട്. കർത്താവായ ക്രിസ്തു പറയുന്ന നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളെക്കുറിച്ചുള്ള വിചാരം നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നും, നാളെക്കുറിച്ചുള്ള വിചാരപ്പെടുന്നതിനേക്കാളും ഇന്നിൻ്റെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ആ ക്രിസ്തു ഇവിടെ ശിഷ്യന്മാരോട് എന്നവണ്ണം നമ്മോടും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാൻ ആവുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഈ ക്രിസ്തുമസിൻ്റെ 24-ാം തീയതി രാത്രി മുതൽ ആരംഭിച്ച ആത്മീയതയുടെ ഒരു ശുശ്രൂഷയാണ് ദേവാലയത്തിൽ നടന്നു വരുന്നത്. ഈ നാളുവരെയും ആ ഒരു ശുശ്രൂഷ നിറവടിയായി വിശ്രമമില്ലാതൊക്കെ കേൾക്കുവാനും അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ക്രിസ്തു ജനത്തിൻ്റെ സന്തോഷം അനുഭവിച്ചു, കുടുംബ സംഗമത്തിൻ്റെ സന്തോഷം നാം അനുഭവിച്ചു, വർഷാവസാനത്തിൻ്റെ സാക്രമെന്റ് പാപമോചനം അനുഭവിച്ചു, പുതിയൊരു വർഷം ദൈവാലയത്തിൽ നിന്ന് തുടക്കമുണ്ടാകാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് സുവിശേഷ കൺവെൻഷനിലൊക്കെ ഭാഗം. അപ്പോൾ വചനത്തിൻ്റെ ഒരു അനുഭവങ്ങളിൽ കൂടെയൊക്കെയാണ് നാം കടന്നുപോയി കണ്ടിരിക്കുന്നത്. അവിടെ കർത്താവ് നമ്മോട് ഈ നാളുകൾ പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഒന്നിനെക്കുറിച്ചും ഭ്രമിച്ചു നോക്കേണ്ട, ആകുലപ്പെടേണ്ട, ഞാൻ നിന്നെ കരുതുന്നവൻ അത്രേ. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ആരും ഇല്ല എന്ന ആകുലതകൾ മാറ്റിവെക്കാം. നമ്മുടെ ജീവിതത്തിൽ പലതിനെ ചൊല്ലിയുള്ള വിചാരപ്പെടലുകളെ നമുക്ക് ഉപേക്ഷിക്കാം. ഭാവിയെക്കുറിച്ചുള്ള ആകുലത ജീവിതങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക. സർവശക്തനായ ദൈവം ഈ ദിവസത്തെ വചനം കൊണ്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഈ സമയം നമ്മുടെ നേർച്ച സ്തോത്ര കാഴ്ചയായി ദൈവസനെ സമർപ്പിക്കാം. കായിക സംഘത്തോടൊപ്പം ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഗാന ശുശ്രൂഷയോടുകൂടെ നമുക്ക് പങ്കുചേരാം.
കനിവിന്റെ നാളമേ നിറവാർന്ന ദീപ്തിയാം നാഥാ. നിന്റെ രശ്മിയാൽ എന്നുള്ളിലെന്നും നിറയണേ. നിൻ ശോഭയാൽ നന്ദരെന്നും ജ്വലിക്കണേ.
പ്രാർത്ഥിക്കാം. കരുണയുള്ള യേശുവേ, ദൈവീകമായ കരുണ ഞങ്ങൾക്ക് നൽകുവാൻ കാലിത്തൊഴുത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പിറന്നവനെ, അവിടുത്തെ ജനസന്തോഷം അനുഭവിച്ച് ക്രൈസ്തവന് ജീവിതത്തിൽ ഇടം കൊടുത്ത് ആത്മീയതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നവനെ, ഒരിക്കൽ കൂടെ നിൻ്റെ വചനം കേൾക്കുവാൻ നന്ദിയോടുകൂടെ നിൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിതരാകുന്നു. 2025 വർഷം അതിൻ്റെ ആരംഭ നാളുകൾ ആത്മീയ സംതൃപ്തിയുടെ നാളുകളാക്കി അങ്ങ് നൽകിയതിനായി സ്തുതി. ഈ കഴിഞ്ഞു പോയ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ലഭ്യമായ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥനയിൽ ഒന്ന് ക്രമപ്പെടുത്തുവാൻ അങ്ങ് സഹായിച്ചു വരുന്നതിനായി സ്തോത്രം. ഇന്നും അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി, അവിടുത്തെ വചനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് അവിടുത്തെ പാദപീഠങ്ങളിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അടിയങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാട് അവിടുന്ന് സ്വീകരിക്കണമേ. ഇത് ദേവാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഓരോ കരങ്ങളെയും കർത്താവ് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടിയ പ്രിയപ്പെട്ടവരെ, ദൈവികമായ നന്മകൾ കൊണ്ട് എപ്പോഴും അങ്ങ് നിറയ്ക്കുമാറാകണമേ. പ്രത്യേകാൽ ഈ നാളുകളുടെ സുവിശേഷ കൺവെൻഷൻ നേർച്ചയാ സമർപ്പിച്ച പ്രിയ കുടുംബങ്ങളെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. സജികുമാർ, ബിജുകുമാർ, അജുകുമാർ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കുവാൻ തക്കവിധം ദൈവം കൃപയുണ്ടായല്ലോ. 3 നാളുകൾ അനുഗ്രഹീതമായ വചനപ്രഘോഷണം തങ്ങളുടെ നേർച്ചയെ നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അവർ തീരുമാനമെടുത്തു. അത് പൂർത്തീകരിക്കുവാൻ, പൂർണ്ണമാക്കുവാൻ തക്കവിധം ദൈവം സഹായിച്ചുവല്ലോ. പരിശുദ്ധ ദൈവമേ, ഈ കൺവെൻഷൻ നേർച്ചയെ സമർപ്പിച്ച പ്രിയ 3 കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും അവരുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം ആശീർവദിക്കണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കട്ടെ. അവിടുത്തെ വചനം കേൾക്കുവാൻ ആത്മീകമാവുന്ന വരദാനം ഞങ്ങൾക്ക് തരണമേ. എന്ന വചനം നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാനായി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ദൈവകരം സമർപ്പിക്കട്ടെ. ദൈവികമാവുന്ന മഹത്വത്തിൽ നിറയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വചനം പറയുവാൻ തക്കവിധത്തിൽ ആത്മീക കൃപ പകർന്നു കൊടുക്കണമേ. ലഭ്യമാവുന്ന വചനം ജീവൻ്റെ വചനമായി സ്വീകരിക്കുക ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമാവുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് തരുമാറാകണം. ശേഷമുള്ള സമയമൊക്കെ കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, പറയുന്നതുപോലെ കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയാമത്ത് നാം പ്രവേശിച്ചു. ഈ 3ാമത്തെ ദിനവും സുവിശേഷ വചനവുമായി നമ്മുടെ മധ്യയായിരിക്കുന്ന റവറൻഡ് ജിബിൻ സത്യൻ അച്ഛനാണ്. അച്ഛന് ഇതിനു മുമ്പേ ഇവിടെ എല്ലാവർക്കും പരിചിതം ആണ്. VBSൻ്റെ പല ഭാഗങ്ങളിൽ 2 പ്രാവശ്യം നമ്മോടൊപ്പം പങ്കുചേരുകയും ഗാനങ്ങളാലും നൃത്ത ചുവടുകളാലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രം സർക്കിളിലെ കാച്ചാണി എന്ന സഭയിലാണ്. അവിടെ അച്ഛനെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അച്ഛൻ്റെ കുടുംബവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ വചന ശുശ്രൂഷ നിർവഹിക്കുവാനായി ദൈവനാമത്തിൽ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.